2011 തീരദേശ പരിപാലന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിആർസെറ്റ് പ്ലാനും ഭൂപടവും പരിഷ്കരിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം കഴിഞ്ഞ 15 വർഷത്തിനിടെ കൊച്ചിയിലും മരടിലുമായി നടത്തിയ കായൽ കയ്യേറ്റങ്ങളുടെയും നികുതിയെടുത്ത സ്ഥലത്തിന്റെ സർവേ നമ്പറുകളും ഭൂപടത്തിനൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇരു നഗരസഭകളിലും 100-ലേറെ കയ്യേറ്റങ്ങൾ ഉള്ളതായാണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചി, മരട് നഗരസഭകളിൽ കണ്ടൽക്കാടുകൾ വ്യാപകമായിട്ടുണ്ടെന്നും പുതിയ ഭൂപടം വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് 2-നാണ് പുതുക്കിയ ഭൂപടം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. പൊതുജനങ്ങൾക്കും മറ്റും ഭൂപടത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നൽകാനായി 1 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് വേണ്ട മാറ്റം വരുത്തിയ ശേഷം ഭൂപടവും പ്ലാനും അംഗീകാരത്തിനായി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കും. കൊച്ചി, മരട് നഗരസഭകൾക്ക് പുറമെ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ ഭൂപടവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനിടെ തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് കേരളത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച് ചർച്ച നടത്താനായി കേന്ദ്ര സംഘം ഇന്നെത്തും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഡയറക്ടറും അഡീഷണൽ സെക്രട്ടറിയും അടങ്ങുന്ന സംഘമാണ് ചർച്ചകൾക്കായി എത്തുന്നത്. ഇതിനു മുന്നോടിയായി ഈ മാസം 11-ന് സംസ്ഥാനം വകുപ്പ് മേധാവികളുടെ യോഗം ചേർന്നിരുന്നു. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി.